ഒരു കാര്യം കളങ്കരഹിതമായിട്ട് ഞാൻ പറയുകയാണ്, തെരുവിൽ കലാപം നടത്താതെ ഹിന്ദുവിന് നീതി കിട്ടുകയില്ല. തെരുവിൽ കലാപം നടത്താൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങി നടക്കും. കോടതിയിൽ നിന്ന് ആശ്വാസം കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കതിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് ഒരു സമാജം കോടതിയുടെ ദയയും കാത്ത് വരാന്തയിൽ കണ്ണീരോടെ നിൽക്കേണ്ടവരല്ല. അതിലും ഭേദം സ്വന്തം അനിയനെ കൊണ്ട് തല വെട്ടിച്ച് കളഞ്ഞ വേലുത്തമ്പിയെപ്പോലെ ചത്തുപോകുന്നതാണ്, പരസ്പരം വെട്ടിച്ചാവുന്നതാണ്. അന്തസ്സില്ലാത്ത ജീവിതത്തെക്കാൾ എത്രയോ നല്ലതാണ് മരണം. നിങ്ങൾ കേട്ടല്ലോ, അതായത് റോട്ടിലിറങ്ങി കലാപം നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഹിന്ദുവിന് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുള്ള അതേ ജന്തു തന്നെയാണ് റോട്ടിലിറങ്ങി കലാപം നടത്തിയിട്ടുള്ളത്. അതായത് ജന്തർ മന്ദറിലെ റോട്ടിൽ ഇറങ്ങിയിട്ട് പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുള്ള ആളുകൾ, അവിടുത്തെ സ്ത്രീ ജനങ്ങൾ എല്ലാം റേപ്പ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു സമരത്തിനും അതല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഇറങ്ങുന്ന പെണ്ണുങ്ങൾ റേപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നുള്ള ചിന്താഗതി ഒരു സംഘപരിവാർ അനുഭാവിയായിട്ടുള്ള ഈ ഒരു ജന്തുവിന് പണ്ടേ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ആ സംഘപരിവാറിൻ്റെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, ഇദ്ദേഹം തന്നെ വ്യക്തമാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു പഴയ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു എന്ന് മാത്രം. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, സംഘികളുടെ ഉള്ളിൽ സമരത്തിനിറങ്ങുക അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റിന് ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ സംഘികൾ പൊതുവെ ഇങ്ങനെയാണ്, അത് ഇവർക്കറിയാം, അതുകൊണ്ടാണ് അവർ എല്ലാ ജനങ്ങളെയും അങ്ങനെ തെറ്റിദ്ധരിച്ചത് എന്ന് നമുക്ക് ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ഇപ്പം ഇയാൾ എയറിലും ശൂന്യാകാശത്തും ജയിലിലൊക്കെ കയറി ഇറങ്ങി നടക്കേണ്ടി വരുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. കാരണം ഈ പറഞ്ഞ ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഹിന്ദുവിന് ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ കലാപത്തിനിറങ്ങണം എന്ന് പറഞ്ഞ് കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള ഇവനെ പോലത്തെ ചെറ്റകളുടെ മനസ്സിന്ന് ഇതിനേക്കാൾ ചെറുതൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. അതായത് ജന്തർ മന്ദറിൽ കൂടിയിട്ടുള്ള ആളുകൾ, അതിൽ 80% ആളുകളും അതിലെ സ്ത്രീജനങ്ങൾ മൊത്തം റേപ്പ് ഇഷ്ടപ്പെടുന്നതിന്, ബലാത്സംഗം എന്താ പറയുക ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന സ്ത്രീജനങ്ങളാണ് എന്നായിരുന്നു ഇവൻ്റെ വാക്കെന്നുള്ള ഇവൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക്. ഞാനിപ്പോൾ ആദ്യം വെച്ച വീഡിയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുക, ഒരു മരണസംഖി എന്നുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു സംഘ തീവ്രവാദി എത്രത്തോളമാണ് സ്ത്രീകളെ പറ്റി ചിന്തിക്കുന്നത്. അവരെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ തന്നെ ഈ പറഞ്ഞ സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കലാപമായിട്ടും അതിനിറങ്ങുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിൽ എന്ന് പറഞ്ഞത് സ്വയം റേപ്പ് ചെയ്യപ്പെടുക എന്നുള്ളതുമാണ് എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഇതൊരു തുടക്കം ഇട്ട് എന്ന് മാത്രം. ഇയാളുടെ ഇങ്ങനത്തെ പല പ്രസ്താവനകളും ഇയാൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഈ നികൃഷ്ട ചിന്താഗതിയും നികൃഷ്ട ജീവിത രീതിയും നികൃഷ്ട ജന്മത്തിന് എന്താ പറയുക ഉടമയുമായിട്ടുള്ള ഇയാളെ പോലത്തെ ആളുകൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയും. ഇത് കണ്ട് നമ്മുടെ നാട്ടിലെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരത്തിലുള്ള ജന്തുക്കളെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി ഇതൊരു ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു CJP പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ പല ആളുകളും പല സെലിബ്രിറ്റീസും മറ്റ് പല സാമൂഹ്യ രംഗത്തുള്ള പല ആളുകളും പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പല ആളുകളും CJPനെ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇനി സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അവരെ കൊണ്ട് അതിന് ഒന്നും മിണ്ടാതിരുന്നു അല്ലെങ്കിൽ അത് നടക്കുന്നതിനെ പറ്റി ഒന്നും സംസാരിക്കാണ്ടിരുന്നിട്ടും ചില ആളുകൾ അതിന് എഗെയിൻസ്റ്റ് പറഞ്ഞിട്ടും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ തുടക്കത്തിൽ കാണിച്ച അത്തരം ജന്തുക്കൾ, നികൃഷ്ട ജന്തുക്കൾ അതിന് എഗെയിൻസ്റ്റ് പറയുകയും അവിടെ ചെന്ന ആളുകളെ ഈ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാനാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ അറിയാത്ത കുറേ, ഇപ്പം ടൊവിനോ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടു, ടൊവിനോ കുഞ്ചാക്കോ ബോബനൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്തു, ദുൽഖർ ഇതിനെ സപ്പോർട്ട് ചെയ്തു, മമ്മൂട്ടി ഇതിനെ സപ്പോർട്ട് ചെയ്തു, മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ ഇതിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ ഇന്ന് രാജ്യദ്രോഹികളും പാകിസ്ഥാനികളും ബംഗ്ലാദേശിൽ നിന്ന് ഫണ്ട് വാങ്ങി ജീവിക്കുന്ന ആളുകളുമാണ്. അത്തരത്തിലുള്ള ആളുകളുണ്ട് നമ്മുടെ നാട്ടിലെ സംഘികൾ, അതായത് നമ്മുടെ നാട്ടിലെ സംഘപരിവാർ പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് പാകിസ്ഥാനിലോട്ട് പൊക്കോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരൊക്കെ പാകിസ്ഥാനിൽ പോകണോ, അവരൊക്കെ ഇന്ത്യയിൽ തന്നെ ജീവിക്കണം എന്നുള്ളത് അത് അവരുടെ ജന്മാവകാശം ജന്മചിന്തകളുമാണ്. അതിൽ ചോദ്യം ചെയ്യാനൊന്നും ഈ ഇന്ത്യ എന്ന് പറഞ്ഞത് സംഘിയുടെ തന്തയുടെ വകയല്ല എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളൂ. ഇനി ചില ആളുകളുണ്ട്, ഇപ്പോൾ പേളിമാണിനെ പോലത്തെ ആളുകൾ, അതായത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാര്യത്തിലും ഇത്രയും കാലം അഭിപ്രായം പറയാണ്ട് വന്ന ആളുകൾ, അവർ ഒരഭിപ്രായം പറഞ്ഞപ്പം അവരുടെ ഇഷ്ടനിറം കാവിയാണെന്നും അവർ നരേന്ദ്രമോദി പറഞ്ഞ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും അദ്ദേഹത്തോട് ഇഷ്ടം കാണിക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ കണ്ടു. അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പം മേജർ രവിനെ പോലത്തെ ഒരു സംഘമിത്രം, അതുപോലെ ഒരുപാട് പേരുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാണ്ട് ഇതിനെ
എതിർത്ത് സംസാരിച്ച ആളുകൾ. അപ്പം അങ്ങനെയുള്ള അധികാരങ്ങളും അവർക്കും പറയാം, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ CJPനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ തന്തയുടെ വകയല്ല, ഞങ്ങളൊക്കെ ഈ ഇന്ത്യയിലുള്ള ആളുകളാണ് എന്ന് അവർക്കും പറയാം. ഒരു പ്രശ്നം അവർക്കില്ല. അവർക്ക് അവരുടെ താല്പര്യം, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുടെ താല്പര്യം. അവിടെ പേളിയെന്നോ അവിടെ മേജർ രവിയെന്നോ അവിടെ കുഞ്ചാക്കോ ബോബനെന്നോ അവിടെ ടൊവിനോ ഒന്നുമില്ല. പക്ഷേ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ടൊവിനോയുടെ വീടിൻ്റെ മുമ്പിലൊക്കെ പോയിട്ട് പ്ലക്കാർഡ് പിടിക്കുക, കൊടി പിടിക്കുക എന്നൊക്കെ കാണിക്കുന്നത് അതൊക്കെ ഈ തേർഡ് റേറ്റ് ചിന്താഗതിയുള്ള സംഘികൾക്ക്, സംഘമിത്രങ്ങൾക്ക് മാത്രം തോന്നുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിലൊന്നും അഭിപ്രായം പറയേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ അവരിഷ്ടം പോലെ ചെയ്യട്ടെ. നമ്മുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് പറയാം. പക്ഷേ അവരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും പോകേണ്ട കാര്യങ്ങൾ നമുക്കില്ല. ഇനി വേറെ ചില സെലിബ്രിറ്റി ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. ഞാൻ ഇന്നൊരാളുടെ പ്രൊഫൈൽ കണ്ടപ്പം മോദിജി കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാത്ത 5 വീഡിയോസ്, റീലുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നേരിട്ട് വിദ്യാർത്ഥികളോട് സംസാരിക്കാനോ, നേരിട്ട് പത്രങ്ങളുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കാനോ, ഈ 5 ദിവസങ്ങളായിട്ട് പാർലമെൻറ്റിൽ നേരിട്ട് സംസാരിക്കാനോ നമ്മുടെ മോദിജിക്ക് പറ്റിയിട്ടില്ല, പറ്റുകയില്ല. ഇനി അങ്ങോട്ട് പറ്റാനും പോകണില്ല ഒരു കാലത്തും. മോദിജിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു ടെലിപ്രോംപ്റ്റർ വെക്കാണ്ട്, അല്ലെങ്കിൽ അത് എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് അല്ലാതെ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനോ പഠിപ്പിക്കാനോ അത് പറഞ്ഞ് മനസ്സിലാക്കാനോ മോദിജിനെ കൊണ്ട് പറ്റില്ല. ആരെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിനെ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇന്ത്യയിലും നമുക്കറിയാം, ഇന്ത്യയുടെ പുറത്ത് പോയാലും നമുക്കറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് മോദിജിനെ നിങ്ങൾ അക്കാര്യത്തിൽ കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷേ മോദിജി കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് രാത്രിയിൽ വന്ന് നമ്മുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടാറുണ്ട്. നമ്മൾ ഞെട്ടി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഒന്നുകിൽ മോദിജി സമാധാനിപ്പിക്കുന്നുണ്ട്, മോദിജി ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ വേണ്ട പോലൊക്കെ ചെയ്യും എന്ന് മോദിജി കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പോലെ, എനിക്ക് കുറച്ച് സമയം തരും, ഞാൻ ഇത് തീർത്തു തരാം, എനിക്ക് കുറച്ച് സമയം തരും, ഞാൻ അത് ചെയ്തു തരാം, എനിക്ക് കുറച്ച് സമയം തരും, ഞാൻ അത് ചെയ്തു തരാം. ഇതൊക്കെ മോദിജി പണ്ടും പറഞ്ഞ പോലെ തന്നെ മോദിജി ഇന്നലെയും വരെ സംസാരിച്ചു. ഇന്നലെ പക്ഷേ മോദിജി എന്ന് പറഞ്ഞത്, ഞാൻ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അവിടെ എന്നെ ചീത്ത പറഞ്ഞ, എൻ്റെ അമ്മയെ ചീത്ത പറഞ്ഞ കുട്ടികളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് മോദിജി പറഞ്ഞത്. പക്ഷേ ഈ അടി കിട്ടിയ കുട്ടികൾക്ക്, അല്ലെങ്കിൽ അടി കിട്ടിയല്ലോ എൻ്റെ രണ്ടാമനായിട്ടുള്ള മന്ത്രി അമിത്ഷാ പറഞ്ഞിട്ട്, അമിത്ഷാ ചെയ്യിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഡൽഹി പോലീസ് അടി വാങ്ങിച്ചെന്ന നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ ആ പോലീസുകാരെ അല്ലെങ്കിൽ ഞാൻ പാഠം പഠിപ്പിക്കുമെന്നോ എന്ന് മോദിജി പറഞ്ഞിട്ടില്ല. കാരണം അടി കൊടുത്ത ആൾ മോദിജിയാണ്. അപ്പം അടി കൊടുത്ത ആൾക്ക്, അടി കൊടുത്ത ഞാൻ തന്നെ നിങ്ങൾക്ക് അടി കിട്ടിയ നിങ്ങൾക്ക് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് മോദിജി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ അമ്മയെ പറഞ്ഞു. എപ്പോഴും മോദിജിയുടെ സെൻറ്റിമെൻറ്റ്സ് ആണ് അമ്മ എന്നുള്ളത്, ഇമോഷനാണ് അമ്മ. അപ്പോൾ ഇവിടെ എന്തുണ്ടെങ്കിലും മോദിജി അമ്മേനെ എടുത്തിടാറുണ്ട്. എങ്കിലേ മോദിജിക്ക് സംഘങ്ങളുടെ കൂടുതൽ സപ്പോർട്ടും കൂടുതൽ ഒരു പ്രിവിലേജ് ഇവരുടെ ഇടയിൽ മോദിജിക്ക് കിട്ടാറുള്ളൂ. അതുതന്നെ മോദിജി ഇന്നലെ ഇന്ന് സംസാരിച്ചു. അപ്പം ഇങ്ങനെ മോദിജി ഒന്ന് സംസാരിക്കുന്നതിൻ്റെ താഴത്ത് ചില കമൻറ്റുകൾ നമ്മൾ വായിക്കാറുണ്ട്. ഞാൻ അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒരുപാട് പേര് മോദിജിയുടെ ഇതിൻ്റെ താഴത്ത് വന്ന് ഫേക്ക് കമൻറ്റുകൾ, അതായത് ബോട്ട് കമൻറ്റുകൾ ഇഷ്ടം പോലെ നമ്മുടെ സംഘപരിവാറിൻ്റെ IT സെല്ലുകൾ കയറ്റി കൊടുക്കാറുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് അന്ധഭക്തർ വന്ന് കമൻ്റ് ഇടാറുണ്ട്. പിന്നെ നമ്മളെപ്പോലത്തെ ചില ആളുകൾ വന്നിട്ട് ഒരു ട്രോൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ മോദിജി പറയുന്ന വിഡ്ഢിത്തങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ചില കമൻറ്റുകൾ ഇടാറുണ്ട്. പിന്നെ വേറെ കുറച്ച് ആൾക്കാർ ന്യൂസിൻ്റെയും അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്ത് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം നമ്മളെപ്പോലൊക്കെ തന്നെയുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അതെന്താണെന്ന് നോക്കിയിട്ട് അത് പഠിച്ച് നോക്കി കാണാറുണ്ട്. അങ്ങനെ നോക്കുന്ന കൂട്ടത്തിലാണ് പ്രത്യേകിച്ച് CJP ഈ ഒരു സമരത്തിനോ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റിനോ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാതെയും അല്ലെങ്കിൽ അതിനെപ്പറ്റി സപ്പോർട്ട് ചെയ്യാതെയും ചെയ്യുകയും ചെയ്ത് അല്ലാത്ത ആളുകളുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞു നിന്നിട്ട് ഉള്ളിലുള്ള തങ്ങളുടെ ആ ഒരു സംഘി മനസ്സ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം, BJPയോടുള്ളൊരു ഇഷ്ടം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നാട്ടിൽ വേണ്ട എന്നുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള മോദിജിയുടെ ഇത്തരത്തിലുള്ള ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റുകളിടും, അല്ലെങ്കിൽ മോദിജിയാണ് ദൈവം എന്നുള്ള രീതിയിൽ ചില കമൻറ്റുകളിടും. അങ്ങനെ ഒരാളുടെ കമൻറ്റ് ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് കണ്ടുപോയി. ഞാൻ അയാളെ സംഘിയെന്നോ അല്ലെങ്കിൽ അയാൾ ഒരു സംഘ എന്താ പറയുക മിത്രമാണെന്നോ മനസ്സിലുള്ള ആളാണെന്നോ പറയുന്നില്ല. പക്ഷേ മോദിജിയുടെ ഓരോ വീഡിയോയുടെ താഴത്ത് വന്നും അയാൾ ഓരോ ദിവസം വന്ന് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആളുടെ ഉള്ളിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഒരു സെലിബ്രിറ്റിയാണ്, കേരളത്തിൽ ഒരുവിധം എല്ലാ ആൾക്കാർക്കും പറയുന്ന ഒരാളാണ്, ഫിലിം ആക്ടറൊന്നുമല്ല, ആക്ട്രസും ആക്ടറൊന്നുമല്ല. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ഉള്ളിരിപ്പ് ഇങ്ങനെയൊക്കെയാണ് അവർ പ്രകടിപ്പിക്കാറ്. അവർക്കിപ്പം പറയായിരുന്നു ഈ ഒരു CJP സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ കഴിഞ്ഞ സാബു പറഞ്ഞു ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം അതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്, കർഷക സമരം നടക്കുന്നുണ്ട്, ആ സമരം നടക്കുന്നുണ്ട്, ഈ സമരം നടക്കുന്നുണ്ട്, ഇതിനൊന്നും നമുക്കൊന്നും ഒരുമിച്ച് ഇറങ്ങാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് CJPയുടെ പരിപാടിക്ക് നമ്മൾ ഇറങ്ങുന്നത് എന്നുള്ള ഓപ്പൺ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചില ആൾക്കാരും മിണ്ടാണ്ടിരിക്കും, ഇപ്പോൾ ഒന്നിനും പറയാണ്ട് ഒന്നും ചെയ്യാണ്ട് അവിടെ എന്തെങ്കിലും നടക്കട്ടെ, അതെന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ നിൽക്കും. പക്ഷേ ഇന്നലെ മോദിജിയുടെ ഈ പറഞ്ഞ വീഡിയോയുടെ താഴത്ത് വന്നിട്ട് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ട ഒരാളെ ഞാൻ കണ്ടു. നമ്മുടെ മലയാളികളുടെ പലർക്കും അറിയാം, മുകേഷ് M. നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. ഞങ്ങളൊക്കെ കണ്ടു കാണും. ആളുടെ ഒരുപാട് വീഡിയോസും ഒരുപാട് പ്രൊമോഷൻസും ഒരുപാട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയതാണ് പുള്ളിയുടെ കമൻറ്റുകൾ. പുള്ളി ആദ്യമിട്ട മോദിജിയുടെ ആദ്യത്തെ വീഡിയോന് പുള്ളിയുടെ ഒരു കമൻറ്റ് ഇങ്ങനെ ആയിരുന്നു, നമോ ലവ് എന്നും പറഞ്ഞിട്ട്, അതായത് നമോ ലവ് എന്നും പറഞ്ഞിട്ടായിരുന്നു മോദിജിയുടെ ഒരാഴ്ചത്തെ ഫസ്റ്റ് വീഡിയോയുടെ താഴത്ത് ഈ ഒരു സെലിബ്രിറ്റി വന്നിട്ടിട്ടുള്ള ഒരു കമൻറ്റ്. അങ്ങനെ രണ്ടാമത്തെ മോദിജിയുടെ വീഡിയോയുടെ താഴത്ത് ഈ സെലിബ്രിറ്റി വന്നിട്ട് ഇട്ടിട്ടുള്ള മറ്റൊരു കമൻറ്റ് ഇങ്ങനെ ആയിരുന്നു, ഐ ലവ് യു മൈ ഫ്രണ്ട് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് അവർ നേഷൻ. അതായത്
ഒരു നാഷണലിസ്റ്റ് ആണ് പുള്ളി എന്ന് പുള്ളി ഈ ഒരു കമൻറ്റ് കൂടെ പറഞ്ഞു തരികയാണ്. ഐ ലവ് യു മൈ ഫ്രണ്ട്. അതായത് നമ്മുടെ മോദിജിയുടെ വീഡിയോയുടെ താഴത്ത് വന്നിട്ടാണ് എനിക്ക് കമൻ്റ് ഉള്ളത്. ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് അവർ നേഷൻ. അതായത് ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു സുഹൃത്തെ, ഫ്രണ്ടേ എന്ന് മോദിജിയെ. ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് അവർ നേഷൻ. അതായത് മോദിജിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നായിരുന്നു പുള്ളി അവിടെ. ആ ഒരു എല്ലാം നീറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് മോദിജി ഇട്ടിട്ടുള്ള വീഡിയോയുടെ താഴത്ത് വന്നിട്ടാണ് ഈ കമൻറ്റ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ചില ആളുകൾ നേരിട്ട് അഭിപ്രായം പറയാൻ പറ്റാത്ത ആളുകൾ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കൂടെയാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. അങ്ങനെ മോദിജിയുടെ 3ാമത്തെ വീഡിയോയുടെ താഴത്തും പുള്ളിയുടെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഐ ലവ് മൈ ഇന്ത്യ, ഐ ലവ് മൈ നമോ. ലവ്, ഇതാണ് പുള്ളിയുടെ 3ാമത്തെ കമൻറ്റ്. ഇനി ഇന്നലെ രാത്രിയിട്ട വീഡിയോയുടെ താഴത്ത് പുള്ളി കമൻറ്റ് ഇട്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല, ആ സമയം വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ ഉള്ളിൽ ഉള്ള രാജ്യസ്നേഹം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. പക്ഷേ അവർക്ക് ഓപ്പണായിട്ട്, കാരണം അവരൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ, നമ്മൾ ലക്ഷക്കണക്കിലെ ആളുകളാണ് അവരുടെയൊക്കെ പേജുകൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഓപ്പണായിട്ട് വന്നിട്ടൊരു കമൻറ്റ് പറയാൻ അവർക്ക് പേടിയാണോ, മടിയാണോ, അല്ലെങ്കിൽ നാണക്കേടാണോ അറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കമൻറ്റുകളായിട്ട് വരുമെന്ന് പറയും. അവരായിട്ടൊരു വീഡിയോ ഇടാനോ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റ് ആക്കിയിട്ട് അവരുടെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഒന്നും അവരിടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോസിൻ്റെ താഴത്ത് വന്ന് അവരുടെ ഉള്ളിലുള്ള ഇഷ്ടം, അങ്ങനെയല്ല പറയാൻ പറ്റില്ല, രാജ്യത്തോടുള്ള ഇഷ്ടം, നമ്മുടെ പ്രധാനമന്ത്രിയോടുള്ള ഇഷ്ടം അവർ പ്രകടിപ്പിക്കും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ജസ്റ്റ് നമുക്ക് അറിയുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളെ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ നമ്മൾ പേളിയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. പേളിയുടെ ഇഷ്ടം പറയുന്നു, പേളിയുടെ താല്പര്യങ്ങൾ പറയുന്നു, അത് പേളി പറഞ്ഞു. പക്ഷേ അത് ന്യായീകരിക്കാൻ പിന്നെ പേളി വന്നു കഴിഞ്ഞാൽ അവിടെ പേളിയുടെ വില പോയി, അതോടുകൂടി പേളിയുടെ വില അവിടെ തീരും. പക്ഷേ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ അതിൽ ഉറച്ചു നിന്നാൽ അത് അവരുടെ ഇഷ്ടം. സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന ആളുകൾ അതിൽ ഉറച്ചിരിക്കണം, അത് അവരുടെ ഇഷ്ടം. പക്ഷേ അവരുടെ മുമ്പ് പോയിട്ട് ജയ് വിളിക്കാനും കൊടി പിടിക്കാനും പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അതല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, നേരിട്ട് വന്ന് പറയാൻ പേടിയായിരിക്കും. ചിലപ്പോൾ അവർക്ക് പേടിയായിരിക്കും. ഇപ്പോൾ അഖിൽമാരാർ കഴിഞ്ഞ സമയം എന്താ പറയുന്നത്, ഞാൻ NDA യുടെ ഭാഗമായതോടുകൂടി എൻ്റെ പ്രോഗ്രാമുകൾ നഷ്ടപ്പെട്ടു പോകുന്നു, എന്നാരും പരിപാടിക്ക് വിളിക്കുന്നില്ല, BJP ആണ്, NDA ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അവരുടെ പ്രത്യയ ശാസ്ത്രത്തിന് ഇഷ്ടപ്പെടാത്ത, അവരുടെ വർഗീയ ചിന്താഗതികൾ ഇഷ്ടപ്പെടാത്ത, അവരുടെ ആളുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് തല്ലിപ്പിക്കുന്ന പരിപാടികൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അതുള്ളതുകൊണ്ടാണ് അഖിൽമാരാർക്ക് NDA യുടെ ഭാഗമായതോടുകൂടി പരിപാടികൾ നഷ്ടപ്പെടാൻ തുടങ്ങിയത്. ചിലപ്പോൾ മുകേഷ് നായരും ഇത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ഇത്തരത്തിലുള്ള ഞാൻ ഡയറക്റ്റ് വന്നിട്ട് ഒരു സപ്പോർട്ട് പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എഗെയിൻസ്റ്റ്, അതായത് അവിടെ നടക്കുന്ന CJPക്ക് എഗെയിൻസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു സംഖ്യയാക്കി കളയും, അല്ലെങ്കിൽ ഞാനൊരു ഓട്ടോമാറ്റിക്കലി സംഖ്യയാവും. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എന്ന് മിണ്ടാണ്ടിരിക്കുകയും, പക്ഷേ ഉള്ളിലുള്ള യഥാർത്ഥ ആ ഒരു ചിന്താഗതി ഇത്തരത്തിലുള്ള മോദിജിയുടെ ഒക്കെ വീഡിയോയുടെ താഴത്ത് വന്നിട്ട് ഒരു കമൻറ്റ് ഇടുമ്പം ആളുടെ ഉള്ളിലുള്ള ചിന്താഗതി ഇങ്ങനെ വരും. പക്ഷേ ഇത് നോട്ട് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ പുള്ളിയെ പരിപാടിക്ക് വിളിക്കില്ല, അങ്ങനത്തെ ഒരു പേടിയൊക്കെ ആളുടെ മനസ്സിലുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തോ നമുക്കറിയില്ല, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അങ്ങനെ ഒരുപാട് പേര്, ഞാൻ പലരെയും കണ്ടു, നമ്മളറിയുന്ന ഇതിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറയാത്ത ഒരുപാട് ആൾക്കാരെ ഞാൻ ഇതിൻ്റെ താഴത്ത് കണ്ടു, കമൻ്റ് ഇടുന്നത് കണ്ടു. അപ്പം ഞാൻ അഖിൽമാരാറിനെ ചിന്തിച്ചു പോയി. അഖിൽമാരാർ NDA യുടെ ഭാഗമായതോടുകൂടി അഖിൽമാരാറിൻ്റെ കരിയർ നശിച്ചു പോകുന്നു കേരളത്തിൽ എന്ന് പറയുമ്പോൾ, ഇദ്ദേഹം അതുപോലെ തന്നെ അഖിൽമാരാറെ പോലൊക്കെ തന്നെ ഒരുപാട് പരിപാടികളുടെ ഭാഗമാകുന്ന ഒരുപാട് പരിപാടികളുടെ ഉദ്ഘാടകനായി വരുന്ന ഒരാളാണ്. അപ്പം പുള്ളി ഇതുകൊണ്ടായിരിക്കാം നേരിട്ട് വന്നിട്ട് NDA യുടെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ ഇതിനെ എതിർത്ത് സംസാരിക്കാതെ ഇത്തരത്തിലുള്ള ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടം അറിയാണ്ട് പ്രകടിപ്പിച്ചു പോകുന്നത്. ഇതിപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. ജസ്റ്റ് കണ്ടപ്പം ഒന്ന് ഷെയർ ചെയ്യാം എന്ന് തോന്നിപ്പോയി, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിൽ നിങ്ങളൊന്ന് താഴത്ത് കമൻറ്റ് ചെയ്ത് വിടണം. വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നൊരു ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ, ഇനി ഇത്തരത്തിലുള്ള ഡിസ്കഷൻ പോയിന്റുകൾ എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയാം, നമുക്ക് അതിനെപ്പറ്റി പഠിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി.